അങ്ങനെ വെള്ളിയാഴ്ചയിലൂടത്തെ പെരുന്നാൾ ഇവിടെ നിന്ന് തുടങ്ങാണ് കേട്ടോ. ഞാനും ഐസലും കുഞ്ഞനും കുമ്മച്ചനും കൂടി ശനിയാഴ്ച ഒരു 10-10:30-11 മണിയോടുകൂടി നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ആളൂരിലോട്ട് യാത്ര പുറപ്പെട്ടു. പോയത് നമ്മുടെ കാൽവരിക്കുന്ന്, വെള്ളാഞ്ചിറ കാൽവരിക്കുന്ന് കൂടിയാണ് ആളൂർക്ക് പോയത്. ഈ സ്ഥലമൊന്നും എനിക്കത്ര മറക്കാൻ പറ്റുന്നതല്ല. എപ്പോൾ ഇതിലേ പോകുമ്പോഴും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗാണ്. കാരണം പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോൾ അമ്മച്ചിയുടെ വീട് ഇതിൻ്റെ ഈ ഗേറ്റ് റെയിലുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പൊരുന്നംകുന്ന് ഭാഗത്താണ്. അപ്പോൾ ഞാനും ജോജനും സാജനും എല്ലാവരും കൂടി ഞങ്ങളുടെ കുഞ്ഞമ്മാമ്മയുടെ കൂടെ ഈ കാണുന്ന വഴിയിലൂടെയൊക്കെയും ആളൂർ പള്ളിയിലോട്ടും കാൽവരിക്കുന്ന് ഈ പാത മുറിച്ച് കിടന്ന് കാൽവരിക്കുന്ന് പള്ളിയിലോട്ടൊക്കെ സ്ഥിരം പോകാറുണ്ടായിരുന്നു. പോയി വരുമ്പോഴേ പ്രാർത്ഥിക്കാനല്ലാട്ടോ ഞങ്ങൾ പോണത്. പോയി വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കഷ്ണം പുട്ടും ചായയും കിട്ടും കുഞ്ഞമ്മാമ്മയുടെ വക ചായക്കടയിൽ നിന്ന്. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളെന്നും കാലത്ത് പോവാറ്. അങ്ങനെ ഞങ്ങൾ ആ വഴി കടന്ന് ആളൂർ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയേ. അവിടെ എൻ്റെ അമ്മയും കുഞ്ഞമ്മാമ്മയും ഉറങ്ങുന്നുണ്ട് അവിടുത്തെ സെമിത്തേരിയിൽ. അതുകൊണ്ട് എനിക്ക് അവിടെയൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ നേരെ മാള വഴിയിലോട്ടെത്തി. അവിടെ എത്തിയപ്പോൾ തുടങ്ങിയിട്ട് അരങ്ങുകളും ആളുകളും പെരുന്നാളിൻ്റെ നല്ല ഒരു എന്താ പറയുക, പെരുന്നാളിൻ്റെ ഒരു നല്ല സ്മെല്ലടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതാണ് പ്രസാദപുരനാഥ പള്ളി കേട്ടോ. പെരുന്നാളിൻ്റെ സ്ഥലം ഈ പള്ളിയിലാണ് നമ്മുടെ പെരുന്നാൾ. ഇതാണ് വെള്ളിയാഴ്ച വീട്ടിലോട്ട് പോകുന്ന ഈ ലെഫ്റ്റ് റോഡ്. ഇതിൽ നമ്മളങ്ങനെ പോയി വെള്ളിയാഴ്ച വീടെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യം പറയണ്ടല്ലോ. അവിടെ മാല ബൾബും പിണ്ടിയും പിന്നെ നമ്മുടെ അമ്മൂട്ടി, അപ്പച്ചൻ, അമ്മച്ചി, വല്യമ്മ, വല്യേച്ചി, എബി, എഡു, അന്നമ്മ എല്ലാവരും ഉണ്ട് അവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ചെല്ലാണ്ട് അവിടെ ഒരു അനക്കല്ലാന്നും പറഞ്ഞ് അമ്മച്ചി വിളിയായിരുന്നു. ഞങ്ങൾ ഉച്ച തിരിഞ്ഞ് പോകാൻ തന്നതാണ്. അമ്മച്ചി പറഞ്ഞു പറ്റില്ല, കാലത്ത് തന്നെ വരണമെന്നും പറഞ്ഞു. വല്യമ്മ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നപ്പോൾ വലിയ തകൃതിയായിട്ടുള്ള പണി നടക്കുകയാണ്. അമ്മച്ചി അവിടെ എന്തെങ്ങാണ്ട് കരിയുന്നുണ്ട്. വലിയേച്ചി പോത്തും കൂർക്കയും കൂടി വയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. ഞങ്ങൾ വരുമ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിയാറാവേണ്ടതാണ്. പക്ഷേ അവർക്ക് ഈ പ്രാവശ്യം പള്ളിയിൽ ഒരുപാട് തിരക്കായിരുന്നു. അമ്മച്ചി മീൻ കൂട്ടാനിലേക്കുള്ള മാങ്ങയാണ് ഇട്ടറിയണേ. അപ്പം ഞാൻ ചെന്ന് ചെക്കപ്പൊക്കെ തുടങ്ങി. ഉണ്ണിയപ്പം, വട്ടയപ്പം ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകണുള്ളൂ. പിന്നെ അച്ചപ്പം, കോഴിയപ്പം. അച്ചപ്പമാണ് അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ടോ പലഹാരപ്പെട്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ട അവിടെ വലിയൊരു കാർഡ്ബോർഡ് പെട്ടിയിൽ. അങ്ങനെ ഈ ചെന്ന വഴിക്ക് വലിയേച്ചി എനിക്കൊരു പണി തന്നു, ചോറ് ഊറ്റാൻ. അത് കഴിഞ്ഞപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അവളുടെ ഒരു വട്ടയപ്പം ഇഡ്ഡലി ചെമ്പുള്ളൂ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അടുത്ത ഇഡ്ഡലി ചെമ്പ് മേടിച്ചിട്ട് അപ്പോൾ ഒരേ സമയം രണ്ടെണ്ണം ഉണ്ടാക്കി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പരിപാടി തീരുമല്ലോ. അങ്ങനെ ഇരിക്കലേ നമ്മളിതേ അമ്പ് വരുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വേഗത്തിൽ ചോറൊക്കെ പിള്ളേർക്ക് വാരി കൊടുത്തൊക്കെ നിൽക്കുമ്പോഴാണ് അമ്പ് വന്നത്. അങ്ങനെ പറഞ്ഞിരിക്കല അമ്പ് നമ്മുടെ വീട്ടിലോട്ടെത്തി. പിന്നെ അവിടെ പ്രാർത്ഥനയാണ്. അതാണ് സിബിൻ്റെ, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം നമുക്ക് അമ്പ് എടുക്കാം. ദേവകുമാരന്റെ മാതാവാകാൻ പരിശുദ്ധ മറിയുകയും ദാസനാകുവാൻ വിശുദ്ധ സെബസ്ത്യാനോസ് സ്നേഹം സജ്ജമാക്കിയ പരിശുദ്ധാത്മാവേ സമൂഹമധ്യത്തിൽ വിഷയം അവതരിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ മുക്തിയോടുകൂടി പരിശുദ്ധ വിശുദ്ധ സെബസ്ത്യാനോസ് സ്നേഹം ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശരണം സ്നേഹം എന്നീ ദൈവിക സൂത്രം നിരന്തരമായി പ്രചോദിക്കുകയും വിശുദ്ധിയെ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യത്തിന്റെ സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. രക്ഷിക്കണമേ. അങ്ങനെ അമ്പ് വന്ന് പോയി. പടക്കം പറഞ്ഞ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മിസ്സായി പോയി. ആസ് യൂഷ്വൽ അമ്പ് വരുമ്പോൾ അപ്പച്ചൻ്റെ ഒരു കരച്ചിലുണ്ട്, അതവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വല്യമ്മ ചോദിക്കുകയാണ്, ഇതെന്താ ഇവിടെ പറ്റിയേ, ബാർബർക്ക് പ്രശ്നം എന്തെങ്കിലും പറ്റിയതാണോ, കൈ തട്ടിയതാണോ എന്നൊക്കെ. വല്യമ്മ ഇതൊക്കെ കണ്ടിട്ടില്ലല്ലോ പാവം. വല്യമ്മ നമ്മുടെ വീട്ടിൽ പെരുന്നാൾക്കാണ് കേട്ടോ വരാറുള്ളൂ. പിന്നെ ഇപ്പോൾ അച്ചൂരിൻ്റെയോ വെല്ലിച്ചിൻ്റെ ഒക്കെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ അമ്പ് വന്ന് പോയപ്പോൾ സമാധാനമായിട്ടിരുന്നിട്ട് കുറച്ച് വട്ടയപ്പം പോത്തും കൂർക്കയും കൂടി
കഴിക്കാൻ കേട്ടോ. ഈ സംഭവം അപാര ടേസ്റ്റ് കേട്ടോ. ഞങ്ങളുടെ നാടുകളിലൊക്കെ അനന്തപുരത്തും വെള്ളിച്ചിരോടിയും ഒക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അവിടെ ചാലക്കുടിയിലുണ്ട്, പക്ഷേ അത്ര അങ്ങോട്ട് പോപ്പുലറല്ല. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ എടുക്കും വട്ടയപ്പം ഇറച്ചിയും. ഒന്നുകിൽ വട്ടയപ്പം ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ വട്ടയപ്പം ബീഫായിരിക്കും. ഇത് അപാര കോമ്പിനേഷനാണ്. ഈ വട്ടയപ്പം മീൻകറിയിലും അടിപൊളി സംഭവമാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നും കാണിച്ചിട്ടുണ്ട് വട്ടയപ്പം ഇറച്ചിയൊക്കെ തിന്നുന്നത്. ഞങ്ങളുടെ ഒരു പ്രാദേശിക പെരുന്നാൾ ഭക്ഷണമാണ് വട്ടയപ്പം ഇറച്ചിയും തിന്നാന്നുള്ളത്. അപ്പം അതിനു വേണ്ടി തന്നെ കുറച്ച് ഇറച്ചി കൂടുതൽ മേടിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഞങ്ങളങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്പ് തിരിച്ചു പോകണം കേട്ടോ. അമ്പ് വന്നിട്ട് തിരിച്ചു പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പ ഇറക്കാനായിട്ട് വൈകുന്നേരത്തിനായിട്ട് വരിക. അത് കഴിഞ്ഞപ്പോൾ അന്നമ്മ പറഞ്ഞു വെള്ളിയാഴ്ചയോട് ഇത്തിരി ചോറ് വാരി കൊടുക്കണം. അപ്പോൾ വെള്ളിയാഴ്ചയോടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാ മേമ വാരി തരാമെന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് കുറേ വാരി കൊടുത്തിട്ടാ ബാക്കിയുള്ളത് ഞാൻ കഴിക്കണം, അവൾക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേകതരം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് സ്പടിക സിനിമയിൽ ഇങ്ങനെ മോഹൻലാലിൻ്റെ ലോറിയിൽ തൂക്കിയിട്ടുണ്ടല്ലോ, ആ സാധനം ഞാൻ ഇവിടെ കണ്ടുപോയി. അപ്പം അതെടുത്ത് അതും ഒരു പണിയാണ് കേട്ടോ. അത് കുഞ്ഞിനൊന്നും കാണണ്ട, കുമ്മച്ചനും കണ്ടൊരു ഒറ്റ വയ്ക്കിന് കഷ്ണങ്ങളാക്കും. അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇനി അധികം വലിയ പണിയൊന്നുമില്ല. ഇനി വൈകുന്നേരത്തേക്കുള്ള കോഴിയും സംഭവങ്ങളൊക്കെ വൈകുന്നേരം എബി ഏൽപ്പിച്ചേക്കാണ്. പിന്നെ നാളത്തേക്കുള്ള ഫുഡും ബിരിയാണിക്കും ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല. പോർക്കും കോഴിയൊക്കെ ഏൽപ്പിച്ചേക്കാണ് എബി. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മീൻ കറിയും ബീഫൊക്കെ ആയി. അത് കാരണം ഇനി അത് കഴിച്ച് വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചുറ്റി നടന്ന് വെള്ളിയാഴ്ച വീടിൻ്റെ ഭാഗങ്ങളും വെള്ളിയാഴ്ച വീട്ടിലെ പിണ്ടിയും അവരെങ്ങനെ ഒരുക്കിയേക്കണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാൻ കേട്ടോ. ഇതാണ് വെള്ളിയാഴ്ച വീട്. എൻ്റെ മൂത്ത ചേച്ചിയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പിണ്ടി ഇങ്ങനെ മതിലുമൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിണ്ടി ഇങ്ങനെ പീസാക്കിയിട്ട്. പിന്നെ വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ടി എത്ര കഷ്ടപ്പെട്ടും പിണ്ടി ഉണ്ടാക്കും. കുറേ നിറച്ച് കുത്തും. ഈ പ്രാവശ്യം കുറവാണ്, അവർക്ക് പള്ളിയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇവിടെ പിണ്ടി 2 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത പിണ്ടിയാണ്. അപ്പോൾ എന്നിട്ടും ഇത്ര ബ്യൂട്ടിഫുള്ളാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ചെടിത്തോട്ടം, ഇത് ബൈജാണ്ടിയും വെള്ളിയച്ചിരിയും കൂടി, ബൈജാണ്ടും വെള്ളിയച്ചിരിയൊക്കെ പ്രയത്നമാണ് ഈ ചെടികളിങ്ങനെ വന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് കേട്ടോ. ബൈജേട്ടൻ കാലത്ത് തന്നെ അതിൽ പുല്ലുകളും ഒക്കെ പറിക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി വീഡിയോ എടുക്കണം. ഇത് ടോബിക്കുട്ടൻ. ടോബി എബിൻ്റെ, ശരിക്കും പറഞ്ഞാൽ എബിൻ്റെ ജീവനാണ് ടോബി. ജീവൻ എന്ന് പറഞ്ഞാൽ അവൻ കുവൈറ്റിൽ പോയപ്പോൾ 2 കാര്യങ്ങളെ ഏൽപ്പിച്ചത്. ഒന്ന് ടോബിയും, ഒന്ന് അവൻ്റെ ബൈക്കും. ഇത് രണ്ടും അത്രയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി. അത് രണ്ടുമാണ് അവൻ്റെ ജീവൻ. അതവിടെ ആക്കിയിട്ട് അവൻ പോയത്. അവന് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഈ ചെടികളൊക്കെ നല്ല നീറ്റായിട്ടും ക്യൂട്ടായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് വരണവർ എടുത്ത് കഴുകി വയ്ക്കുക. അതുമാതിരിയാണ്. എനിക്ക് ചെടി ഇഷ്ടമാണ്, പക്ഷേ ഇലച്ചെടിയില്ല, പൂച്ചെടിയാണ്. ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി കഴിഞ്ഞ കൊല്ലം നമ്മളവിടെ ഉണ്ടായിരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ കുറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം പള്ളിയിൽ പോലെ അപ്പോൾ ഒന്ന് സുന്ദരി ആയാലോ എന്ന് ചന്നമ്മ മുഖം ഫേസ് വാഷ് ഇട്ട് ഒരയ്ക്കലാണ് കേട്ടോ. അമ്മച്ചി പാവം അവിടെ ഉറങ്ങിപ്പോയി. ഫസ്റ്റ് ഉറങ്ങിയപ്പോൾ എൻ്റെ വാച്ച് ഒന്ന് പെട്ടെന്ന് സ്റ്റക്കായി പോയേ. അപ്പം ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ശരിയായിപ്പോൾ ഞാൻ എൻ്റെ പുന്നാണി മോനെ വാച്ച് ശരിയായിടാന്നും പറഞ്ഞ് ഓടിയപ്പോൾ ഈ ഉറങ്ങിയ അമ്മ എന്തിട്ട് പറ്റിയ മോളെ എന്തിട്ട് പറ്റിയേന്ന് ചോദിച്ച് ഓടിയെന്നാണ് ഉറക്കത്തിൽ നിന്ന്. പാവം ഞാൻ ഈ സന്തോഷം കൊണ്ട് ഓടിയിട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ വാച്ച് നന്നായ കാര്യം പറഞ്ഞതാ. അപ്പം അമ്മച്ചി അതേ മനുഷ്യൻ പേടിച്ച് പോയി എന്തിട്ട് പറ്റിയാവേ പുന്നാണി മോനെ എന്തിട്ട് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അമ്മച്ചി ആദ്യം പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി എബിന് മുഖത്തിടാൻ വേണ്ടി മേടിച്ച കടലമാവാണ്. എബി അത് പാക്കറ്റ് പൊട്ടിച്ചിട്ടും കൂടിയില്ല. അപ്പം ഞാനും അന്നമ്മയും കൂടി അത് ഉദ്ഘാടനം ചെയ്തു. അന്നമ്മ എന്താ തൈര് ഇട്ടിട്ടാണ് മൂത്തിട്ട്, ഞാൻ വെറുതെ പച്ചവെള്ളത്തിലിട്ടിട്ട് ചാലിച്ച് മൂത്തിട്ടു. എന്നിട്ട് എനിക്ക് കാപ്പിപ്പൊടി വേണമെന്ന് പറഞ്ഞു. അപ്പം തൈരും കാപ്പിപ്പൊടിയും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഞാനിട്ടു. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് തൈരൊന്നും പറ്റില്ല. പിന്നെ അന്നമ്മയ്ക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ബേബി അടഞ്ഞു, ഇത്തിരി കൂടി എനിക്ക് ഇട്ട് തന്നില്ലല്ലോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു പൊടിയോട് ഒരിച്ചുകൊണ്ട് വെച്ച് കാര്യം ഉണ്ടായിടണ്ടേ എന്ന് പറഞ്ഞിട്ട് അന്നമ്മ തൈര് കലക്കി അവനെ ഇട്ട് കൊടുത്തിട്ടാണ്. ഞങ്ങൾ നല്ല വൈകുന്നേരം കളക്ഷനൊക്കെ ഉണ്ടാവില്ലോ അമ്പലം. അപ്പം ഞങ്ങൾ രണ്ടാളും നല്ല, ഞങ്ങൾക്ക് മാത്രമുള്ള അങ്ങനത്തെ ഭ്രാന്ത് കേട്ടാ. എനിക്കാണ് അതിൽ ഭയങ്കര ഭ്രാന്ത്. എന്നെ കണ്ടാണ് അന്നമ്മയ്ക്കും ഭ്രാന്തായത്. അന്നമ്മ വില്ലേജിലെ മോളാണ് കേട്ടാ. അവർക്ക് എല്ലാവർക്കും കൂടി തറവാട്ടിലുണ്ടായ ആകെ ഒരു പെൺതരിയാണ് അന്നമ്മ.
അങ്ങനെ വൈകുന്നേരമായിപ്പോൾ കുറേ വിരുന്നേരമൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആരും വന്നില്ല. വിനീഷ്, വിബി, പിന്നെ ജോജൻ, പിന്നെ അച്ചുര്യൻ എല്ലാവരും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും കണ്ടില്ല. അങ്ങനെ അമ്പ് ഇറങ്ങാറായിട്ടാ. അപ്പം നമ്മൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു 9:30-10 മണിയോട് കൂടിയാണ് അമ്പ് ഇറങ്ങാട്ടോ. അപ്പോൾ നമ്മൾ പടക്കത്തിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി തുടങ്ങി അമ്പ് തിരിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാം. അപ്പോൾ ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പോടും കൂടി നിൽക്കുകയാണ്. കുറച്ച് പടക്കമുണ്ട്, കുറച്ച് അധികം പടക്കമുണ്ട്. എബിയാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നടത്തിപ്പുകാരൻ വീട്ടിൽ. അപ്പോൾ പടക്കം തന്നെ അവന് ചെറുപ്പത്തിലേ തുടങ്ങിയ പടക്ക ഭ്രാന്തനാ. അപ്പോൾ ഇവൻ നടത്തുന്ന എബിയുടെ ചിലവായതുകൊണ്ട് എബി കുറേ പടക്കം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പ് വരുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അതിന് മുന്നേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ കണ്ട ഏറ്റവും വലിയ ഭ്രാന്താണ് ഇതൊന്നും പറഞ്ഞ് അന്നമ്മ എന്നെ പരിചയപ്പെടുത്താനിട്ടാ. അത് നിങ്ങൾക്കറിയാലോ, അവൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്പ് വരുന്നതിന് മുന്നേ കുറച്ച് പരിപാടികൾ ഇനി ഇതൊക്കെ കാണാട്ടാ. പലതരം ഭ്രാന്തുകളുണ്ട്. അതിലൊരു ഭ്രാന്താണ് ഇത്. എനിക്ക് പിടിക്കാറില്ല. അങ്ങനെ നമ്മുടെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പ് തടഞ്ഞു നിർത്തി പടക്കം പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. അമ്പ് നമ്മുടെ വീടിന് എത്തണ മുന്നേ വരെ പടക്കം പൊട്ടിക്കാൻ പാടില്ല. പിന്നെ അമ്പിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കലൊക്കെ നിർത്തി അമ്പിനെ കടത്തി വിട്ട് കഴിഞ്ഞ് പിന്നെ അത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പിത്തിരിയും ലാത്തിരിയും പൂത്തിരിയും മേശപ്പൂവും വാണവും പിന്നെന്താ ചിക്ക് ബുക്കും സകലമാന സാധനങ്ങളും പൊട്ടിക്കുകയാണ്. അപ്പോൾ കുമ്മച്ചനും കുഞ്ഞനും ഐസലിനൊക്കെ അങ്ങോട്ട് എന്തിട്ടാ പറയുക, അർമാദം. കാരണം ഭയങ്കര പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണല്ലോ. കുമ്മച്ചന് കമ്പിത്തിരി കത്തിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ സന്തോഷം. അത് കൊമ്പിത്തിരിയും കത്തിച്ചൊന്നും ഓരോരുത്തരുടെ മേത്ത് നമ്മൾ വർത്തമാനം പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ മൂട്ടിലുകൊണ്ട് കത്തിക്കുകയാൾ. അത് കാരണം അവന് കണ്ണാണില്ലല്ലോ, അപ്പുറത്താരം നിൽക്കണേന്ന് കമ്പിത്തിരിയുടെ വെളിച്ചം കൊണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും എല്ലാവിടെയും പടക്കമയണ്ട. അപ്പുറത്തെ പറമ്പിലൊക്കെ ഇട്ടിട്ടാണ് ആലപ്പടക്കം കത്തിക്കേണ്ടതും വിരിയമിട്ടും. ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ പെരുന്നാളാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഞാൻ ബിസി ആവുമല്ലോ. ഇതിപ്പോൾ വില്ലേജിൽ വീട്ടിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ ഒരു പെരുന്നാൾ ഡേ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും, ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്നവരാവില്ലല്ലോ. അപ്പോൾ ഒരു പെരുന്നാൾ ദിവസത്തെ കാര്യങ്ങൾ, പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്, അതാണ് ഞാനൊരു പെരുന്നാൾ ദിവസമായിട്ട് എടുത്തിട്ട്. അപ്പോൾ വിരുന്നാർ ഞങ്ങൾക്ക് ഇത്ര തന്നെ ഉണ്ടായുള്ളൂ. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്നാർ വന്നുകൊണ്ട് കേട്ടോ. ഞാൻ ആരാന്ന് പിന്നെ പറയാവേ. അപ്പോൾ അമ്പ് പോയി കഴിഞ്ഞാൽ വളവ് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മാത്രം അമ്പിനെ ഡിസ്റ്റർബ് അടിച്ചാൽ മതിയാ. അമ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റോഡിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന്
കുറേ നേരം കൊണ്ട് ഡിസ്റ്റ് അടിച്ചു. അന്നമ്മ നേരത്തെ പറഞ്ഞാൽ എനിക്ക് വട്ടാന്ന്, പക്ഷേ ആ വട്ടിൻ്റെ കൂടെ ഇപ്പം എല്ലാവരും ആ വട്ടം എല്ലാവർക്കും ബാധിച്ചു എന്നുള്ളതാണ്. വട്ട് പകർന്നു എല്ലാവർക്കും കൂടി. ഞാനാണ് കൊണ്ടു കൊടുത്തത് ആ വട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് അർമാദിച്ച് നിൽക്കണം കേട്ടോ. ഇതിൽ കുഞ്ഞേച്ചിയും ബിജാണൊന്നും ഇല്ല കേട്ടോ, കാരണം അവർക്കൊരു ധ്യാനം ഉണ്ടായിരുന്നു. ധ്യാനത്തിൻ്റെ ഡേറ്റ് കിട്ടിയത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവർ പോയി. എന്നാലും ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ ആയിട്ട് അദ്ദേഹം നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ ഒരു വട്ടാണ് കേട്ടോ. അതെ, ഞങ്ങൾ ആരും ശല്യപ്പെടുത്താനുള്ളതിലൂടെ ഒന്ന് കളിക്കല്ലേ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിത ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ഷിജുവേട്ടനും പ്രീജനും. അവർ മുമ്പ് നിങ്ങൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഷിജുവേട്ടനും പ്രീജനുണ്ട്. അവർ അവിടെ അടുത്ത് വരെ വന്നത്. അപ്പം എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വായോ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പള്ളിയിൽ വരെ വന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു. ഭയങ്കര അവർ പള്ളിയിൽ വന്ന് പോകുന്നു പറഞ്ഞു ഭയങ്കര ആവശ്യം. പക്ഷെ അമ്മച്ചി പറഞ്ഞു വാ മക്കളെ ഒന്ന് ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അമ്മച്ചിയും വലിയച്ഛയും എല്ലാവരും കൂടി വിളിച്ചപ്പോൾ അവർ വന്ന് വർത്താനത്തിനിരുന്ന് ഒന്നും കഴിച്ചില്ല. അത് അവരുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പോൾ അവർ കറങ്ങി അവിടെ ഇവിടെയൊക്കെ പോയി അതും ഇതൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് ഒരു ഇഞ്ച് സ്ഥലം വയറ്റില്ലാണ്ടോന്നാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു വെള്ളം പോലും കഴിച്ചില്ല. അപ്പം അവരവിടെ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആസ് യൂഷ്വൽ കത്തി തുടർന്നപ്പോൾ അവർ പറയണ് നിന്റെ കുഴപ്പമില്ല, നീ ഇങ്ങനെ വിടുവായിത്തരം പറയുന്നത് നിന്റെ കുഴപ്പമില്ല, വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എൻ്റെ കുഴപ്പമില്ല എന്നുള്ളത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമാശകളൊക്കെ പറഞ്ഞു. പിന്നെയും ബൈചേട്ടനെയും അവിടെ എല്ലാവരും അമ്മച്ചിനെയും മേമേനെയും വല്യമ്മേനെയും എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്തു. ഇപ്പം ഏതാണ്ട് അവർ നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറായി ആയ പോലെ അവർക്ക് എല്ലാവരും മനസ്സിലായി നമ്മുടെ വീട്ടിൽ. പറഞ്ഞിരുന്നിട്ട് പിന്നെ അവർ പോയിട്ടാ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടാ അവർ കഴിച്ചില്ല. അപ്പോൾ അവർ പള്ളിയിലോട്ട് പോയി. നമുക്ക് പള്ളിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റെഡിയായി അമ്പിൻ്റെ ഒപ്പം പള്ളിയിൽ പോയി. പിന്നെ അവിടെ വെച്ച് നമ്മൾ അവരെ കണ്ടുട്ടാ. അപ്പോൾ ഈ അമ്പിൻ്റെ കൂടെ നമ്മൾ പള്ളിയിൽ പോയപ്പോൾ നമ്മൾ ചെറുതായ രീതിയിലൊക്കെ ഒരു ടിസ്റ്റഡി ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. കാരണം ഈ പാട്ടൊക്കെ കേട്ട് എങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുക. ഈ ബാൻഡ് അത് സാമിയേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് എന്നെ കൊണ്ട് പറ്റില്ല അമ്പിൻ്റെ ഉള്ളിൽ കൂടെ അടങ്ങി ഒതുങ്ങി നടക്കാൻ. ഞാൻ ടിസ്റ്റടിക്കും. അതെന്ന് വെച്ചാൽ അന്നമ്മയും ടിസ്റ്റടിക്കും. വില്ലേജ് പിന്നെ വളണ്ടിയർ ആയതുകൊണ്ട് ഡീസൻ്റ് ആയിട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അന്നമ്മയ്ക്കും പിടിയിട്ടത് എൻ്റെ പിന്നാണി കുഞ്ഞിനൊക്കെ അടങ്ങി ഒതുങ്ങി നടക്കണ്ടായിരുന്നു. കുമ്മച്ച ഇത്തിരി ഇടയ്ക്ക് എൻ്റെ സ്വഭാവം കാണിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ടിസ്റ്റടിക്കുന്നില്ല. ഞാൻ അന്നമ്മ സെൽഫി എടുക്കലും ടിസ്റ്റടിക്കലും അത് കേട്ട് നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ കൈയും കാലം കൂടെ ഒരു വിറയാവും. അപ്പോൾ പിന്നെ നമുക്ക് 2 സ്റ്റെപ്പ് എടുക്കാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതാണ് എമ്പിൻ്റെ കൂടെ പോയാലുള്ള കാര്യം. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ 5-6 ടിസ്റ്റഡി കേട്ട് ഇങ്ങനെ രൂപക്കൂടിൻ്റെ ഒപ്പാണ് നടക്കണമെങ്കിലും നമ്മളെ തറ സ്വഭാവം കാണിക്കുകയാണ്. പുണ്യാളപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ചിന്ത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പതിയെ ടിസ്റ്റഡി ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ടിസ്റ്റഡിക്കൊക്കെ ആ പള്ളിയിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. പിന്നെ പള്ളിയിൽ പോയി അവിടെ ഇന്ന് ശനിയാഴ്ച പ്രത്യേക വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. ശനിയാഴ്ച ചെറിയ കുറച്ച് പടക്കം പൊട്ടിയിട്ട് നമ്മൾ പടക്കം പൊട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം കേട്ടോ. പിന്നെ ഞായറാഴ്ചയായിരുന്നു പരിപാടികൾ. ഞായറാഴ്ച ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു, അതായത് ബാൻഡ് വായന ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഫുള്ളായിട്ട് കണ്ടിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ പോകുന്നത്. ബാൻഡ് വായനയും ലൈറ്റ് ഷോയും എല്ലാം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. കാരണം ഇതിപ്പോൾ തന്നെ ഭയങ്കര ലെങ്തിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഈ ശനിയാഴ്ച വെച്ച് നിർത്താനാട്ടാ.
നാളെയാണ് നമ്മുടെ സ്പെഷ്യൽ ഡേ. നാളെ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഷിജിയേട്ടൻ പ്രേജി വന്നത്. അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് നമ്മളെ കാണാൻ നമ്മൾ വിളിച്ചപ്പോൾ വന്നല്ലോ. അപ്പോൾ അതിന് എല്ലാവരുടെയും പേരിൽ ഷിജിയേട്ടനും പ്രേജിക്കും ഒരുപാട് താങ്ക് യു പറയാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് വന്നേട്ടാ. പിന്നെ അവർക്ക് ഒരുപാട് തിരക്കായിരുന്നു. ഷിജിയേട്ടൻ ഒരു 5-6 ദിവസത്തേക്ക് വന്നതാണ്. അതിനുള്ളിൽ അവരന്ന് തൃശ്ശൂർ ഒരു 5-6 മണി നേരത്തെ വിളിച്ച് തൃശ്ശൂരായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നത് കേട്ടാ. അപ്പോൾ അത്രയും ബിസിയായ ആൾക്കാരാണ് അവർ. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അതേ ബൈജേട്ടൻ തന്നെ നമുക്ക് ഭയങ്കര ഡിസ്റ്റഡിയാണ് ബൈജേട്ടൻ. അപ്പോൾ അമ്മ നോക്കുന്നുണ്ട് ഡിസ്റ്റടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ അമ്മയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ നടക്കും. അതിനിപ്പോൾ ഇങ്ങനെ അപ്പം എല്ലാം കയറുന്ന നേരത്താണ് ഞാൻ ഷിജുവിൻ്റെ അടുത്ത് ചെയ്യുന്നത്. അവിടെ വെച്ച് ഷിജുവിനെ കണ്ടില്ല. ഞാൻ അവരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞമ്പൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അവർ പോയി. ഞങ്ങളെല്ലാം കഴിഞ്ഞു. പള്ളിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 11:30-12 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടാ. ഇന്ന് അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല കേട്ടാ. ഇങ്ങനെ ഈ ഇതുപോലെയുള്ള ചെറിയൊരു ലൈറ്റ് ഷോയും, ഇത് ലൈറ്റ് ഷോ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും സൺഡേ ആണ് ലൈറ്റ് ഷോയും ബാൻഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വെടിക്കെട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഭയങ്കര വിശേഷം. ഞാൻ കാണിച്ചു തരാവേ. അമ്പൊക്കെയും കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങിയിട്ടാ. എല്ലാവരും പോയി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എടും കുഞ്ഞാണിയും, പിന്നെ കുഞ്ഞാണി എന്ന് പറയുന്നത് ഐസലിനെയാണ് കേട്ടോ. ചെറുപ്പത്തിലെ പൊന്നാണെന്ന് പറഞ്ഞു അമ്മൂട്ടിയും എൻ്റെ എല്ലാവരും കൂടെ സ്റ്റേജിൽ കിടന്ന് മറിയാണ് കേട്ടോ. വെള്ളിയാഴ്ച ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. വേലുവിൻ്റെയും അന്നമ്മയുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ബാൻഡിൻ്റെ മത്സരങ്ങളുണ്ടായിട്ട് ബാൻഡ് വായനയുള്ളതുകൊണ്ടാണ് സ്റ്റേജ് അഴിക്കാണ്ടിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. എല്ലാവരും കണ്ട് ഒരാട്ട പറഞ്ഞ് ഇപ്പോൾ സമയം എത്ര മണിയായെന്ന് അറിയും? ഒരു 12 മണി ആവാറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെള്ളിയാഴ്ചയൊക്കെ വരാനാണ് അവിടുന്ന് സമയം എടുത്തത്. വെള്ളിയാഴ്ച അവിടെ അച്ഛന്മാരിങ്ങനെ നഴ്സറിമാരെയൊക്കെ കണ്ട് ടാറ്റ കൊടുത്തിട്ടൊക്കെയാണ്. അവള് മാതൃസംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അവർക്കെല്ലാവരും കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം കാല് ഒരട്ടി നടക്കാൻ വയ്യട്ടാ. അപ്പം നടന്ന് വീട്ടിലെത്തി. ഇനി വീട്ടിൽ കലാപരിപാടികൾ സമയം 1 മണിയെന്ന് ആലോചിക്കണേ. കുമ്മച്ചനും ഇത് വലിയൊരു സ്പീക്കറുണ്ട്. സ്പീക്കർ ചെറിയ സ്പീക്കറാണ്, പക്ഷെ ഭയങ്കര ശബ്ദമുള്ള സ്പീക്കറാണ്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അമ്മൂട്ടി ഇടാൻ ഞാൻ എടുക്കണം കേട്ടോ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു എന്താ ഒരു സ്പോർട്ട് ഡാൻസ് വയ്ക്കാം അന്നമ്മ. ഓരോ പാട്ട് മാറി മറിക്കുന്നതനുസരിച്ച് ഡാൻസ് കളിക്കണം. എന്നെ തോൽപ്പിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല കേട്ടോ. അത് വേറെ കാര്യം. കൂലി എപ്പോഴും കൂലി തന്നെ അല്ലേ. അത് കഴിഞ്ഞ് എല്ലാവരും കിടന്നു കേട്ടാ. എന്നാലും പിള്ളേർ കുമ്മച്ചനൊന്നും കിടക്കണേ ഇല്ല. പക്ഷെ ഇപ്പോൾ സമയം ഒരു 11:30 കുമ്മച്ചൻ്റെ കാല് മസിൽ കയറിട്ട് അവൻ വൈകുന്നേരം കെടുത്തി ഉറക്കില്ല. എങ്ങനെ കെടുത്തി ഉറക്കാം? ഈ അങ്കല്ലേ എത്ര ആള് പിടിച്ചിട്ടാവും വരില്ല. അവന് ഡാൻസ് നീലെന്നല്ലേ വേ കളിക്കുന്നത്. കളിക്കും അമ്മൂട്ടീനെ ഓടിയിട്ട് ഓരിട്ടിരിക്കും. അതിന് അവൻ കളിക്കും അവൻ കളിക്കും അമ്മൂട്ടീനെ ഇടിക്കും, അവൻ കളിക്കും അമ്മൂട്ടീനെ ഇടിക്കും. ഇത് തന്നെ പറ്റും. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് വൈകുന്നേരം 2 മണിക്കായപ്പോൾ കിടന്നുറങ്ങി. എന്നെ കിടന്നുറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. എന്നെ കുമ്മച്ച് ഉറക്കിയില്ല. അവന് കാലും മസിലേറിട്ട് ഞാൻ വൈകുന്നേരം വേണ്ടിയിരുന്നു ഒഴിയായി. പിന്നെ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. നാളത്തെ സൺഡേയിലാണ് വിശേഷങ്ങൾ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരെ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോകൾ കാണണം. നമ്മൾ നടത്തുന്ന പെരുന്നാൾ നിങ്ങളെയും കൂടി കാണിക്കണം. നിങ്ങളും കൂടി ഈ പെരുന്നാളിന് പങ്കുചേരണം.
നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ ഈ പെരുന്നാളിൻ്റെ ഒരു ഭാഗം എന്നോണാണ് ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തകർപ്പ് വീഡിയോ സൺഡേയിലാണ് കേട്ടോ, നാളത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. മറ്റേ അലിൻ ജോസ് പെരേര ഡാൻസ് കളിക്കില്ലേ? അലിൻ ജോസ് പെരേര ഡാൻസ് കളിക്കുന്ന ഒരു കാലുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഈ കാലിൽ പിടിച്ചാൽ ആ കാലം കണ്ടിപ്പല്ലോ ഒരു കുമ്പത്തിന്റെ കൈ. എല്ലാവരും അവരെല്ലാം ശ്രദ്ധിക്കണം, അവന് ഇഷ്ടമില്ല.